പ്രത്യേകിച്ച് നമ്മൾ നാർസിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സിലേക്ക് വരുമ്പോൾ ഇവിടെ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി എൻ്റെ നെറേറ്റീവാണ് യാഥാർത്ഥ്യം, എൻ്റെ നെറേറ്റീവ് മാത്രമാണ് യാഥാർത്ഥ്യം, അത് വിശ്വസിക്കാത്ത എല്ലാവരും മോശക്കാരാണ്, എൻ്റെ റിയാലിറ്റി എൻ്റെ നെറേറ്റീവ് എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും വിശ്വസിക്കേണ്ടത്, അതുതന്നെയാണ് സത്യം എന്ന് അയാൾ വാദിക്കുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് അത് ഡീൽ ചെയ്യാൻ വളരെ കൺഫ്യൂസിങ് ആയിട്ട് തോന്നാറുണ്ട്. വളരെയധികം നമുക്കത് സെൽഫ് ഡൗട്ട് ഉണ്ടാക്കുന്നതാണ്, നമ്മൾ സെൽഫ് ബ്ലെയിമിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഈശ്വര ഞാനിനിയിപ്പോൾ പറയുന്നതാണോ തെറ്റ്, ഞാനിങ്ങനെ ചെയ്യുന്നതാണോ തെറ്റ് എന്നുള്ള കൺഫ്യൂഷനിലേക്കും നമ്മളത് ജസ്റ്റിഫൈ ചെയ്യുന്നതിലേക്കും നമ്മളെ തന്നെ പിന്നെയും നമ്മൾ കൊണ്ടുപോയി കിണറ്റിലിടുന്ന സിറ്റുവേഷനിലേക്ക് വരിക എന്നുള്ളിടത്തേക്കും അത് വരാറുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, നാർസിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് അത്ര ഈസി അല്ല ഡീൽ ചെയ്യാനെന്ന്. കാരണം അതുണ്ടാക്കുന്ന ഒരുപാട് കൺഫ്യൂഷനുണ്ട്, ഒരുപാട് സെൽഫ് ഡൗട്ടുണ്ട്. നമ്മൾ സെൽഫിനെ ബ്ലെയിം ചെയ്യാനും സെൽഫിനെ കുറ്റപ്പെടുത്താനും എനിക്കെന്തോ പ്രോബ്ലം ഉണ്ടല്ലോ ഞാനതിൽ വർക്ക് ചെയ്യട്ടെ എന്നുള്ളതിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന്. പലപ്പോഴും ഈ ഒരു കൺഫ്യൂഷനെയും ഈ പറയുന്ന കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനെയും ഒന്നും കൂടി ബലപ്പെടുത്തുന്നതാണ് പലപ്പോഴും നമ്മളുടെ മുൻപിലുള്ള ആളുകൾ നമ്മളുടെ പ്രോബ്ലംസ് തിരിച്ചറിയാത്തതും മനസ്സിലാക്കാത്തതും. നമ്മളതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ അത്ര പെട്ടെന്ന് മറ്റുള്ളവർക്ക് അത് മനസ്സിലാവുന്നില്ല എന്നുള്ളത് നമ്മളെ കൂടുതൽ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാറുണ്ട്. ഈ പറയുന്ന കാര്യത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. എന്താണ് അതിന് ഇത്രയും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിലേക്കും ഇത്രയും അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതും എന്താണ്? അവിടെ എന്താണ് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം അത്ര സിമ്പിളല്ല. നമ്മൾ വിചാരിക്കുന്നത് ഗ്യാസ് ലൈറ്റിംഗ് ആണ്, അത് ഇൻവാലിഡേഷൻ ആണ്, ഡബിൾ ഫേസ് ഉള്ളത് കൊണ്ടാണ് എന്നുള്ളതൊക്കെ. പക്ഷേ ഇതെല്ലാം കൊണ്ടും ഇൻ റിയാലിറ്റി അത് പ്രതിഫലിക്കുന്നത് എങ്ങനെയാണ്, അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അത് പ്രതിഫലിക്കുന്നത് പലപ്പോഴും, അല്ലെങ്കിൽ നമ്മളതിനെ ഡീൽ ചെയ്യാൻ എപ്പോഴും ബുദ്ധിമുട്ടിപ്പിക്കുന്നത് അതിനകത്തുള്ള ഒരു റിജിഡിറ്റിയാണ്. എന്താണ് റിജിഡിറ്റി? ഒട്ടും വഴങ്ങാത്ത വളരെ ഉറച്ച ഒരു തരം കാഴ്ചപ്പാടാണ് അല്ലേ. എന്താണ് ആ ഉറച്ചുള്ള ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്? എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ പറ്റി വളരെ റിജിഡായിട്ട് വളരെ ഉറച്ച രീതിയിലാണ് നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി അതിനെ കാണുന്നത്. നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിക്ക് അതിനെ വിലയിരുത്തുന്നതിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നെറേറ്റീവ് ഉണ്ടായിരിക്കും, അയാളുടേതായിട്ടുള്ളൊരു അഭിപ്രായം ഉണ്ടായിരിക്കും. ഈ ഒരു നെറേറ്റീവ് എന്ന് പറയുന്നത് നമ്മളും പലപ്പോഴും അംഗീകരിക്കാറുണ്ട്. ഇത് അംഗീകരിക്കുന്നതോടെ നമ്മളും ഭയങ്കര കൺഫ്യൂസ്ഡ് ആവും. നമുക്ക് അവിടെ ഒരു വശത്ത് ഭയങ്കരമായിട്ട് മാനസികമായിട്ടുള്ള സംഘർഷം നിൽക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് പലപ്പോഴും കിട്ടുന്നത് ഈ ഒരു വ്യക്തിയുടെ നെറേറ്റീവാണ്. ഈ നെറേറ്റീവ് ആവട്ടെ നമ്മളുടെ എക്സ്പീരിയൻസിനെ പൂർണ്ണമായിട്ടും ഇൻവാലിഡേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നോക്കിക്കാണാൻ സാധിക്കുക? അവിടെയാണ് നമുക്കിതിനെ പല പല രീതിയിലും പല പല വീക്ഷണ കോണുകളിൽ നിന്ന് നോക്കുമ്പോഴും ഉള്ള റിയാലിറ്റീസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും അതിനെ എങ്ങനെ നമുക്കൊരു മാനസികമായിട്ടുള്ള ഫ്ലെക്സിബിലിറ്റിയോട് കൂടി നോക്കിക്കാണാം എന്നുള്ളതും. അങ്ങനെയാണെങ്കിലാണ് പലപ്പോഴും ഈ ഒരു കൺഫ്യൂഷനെ നമുക്ക് കുറേയും കൂടി ബെറ്റർ ആയിട്ട് ഡീൽ ചെയ്യാനും അതിനെ നോക്കിക്കാണാനും അതിലൂടെ നാവിഗേറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കുകയുള്ളൂ. കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇത്. അതുകൊണ്ട് തന്നെ വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് നിങ്ങൾ മറക്കരുത്. പലപ്പോഴും നമുക്ക് അങ്ങനെ ഒരു ഹെഡ് സ്പേസിലൂടെ ഇതിനെ നോക്കി കാണുന്നത് നമ്മളുടെ കൺഫ്യൂഷനും നമ്മളുടെ ഭാഗത്തുനിന്നുള്ള ഒരു എന്താ പറയുക സെൽഫ് ഡൗട്ടിലേക്കും അല്ലെങ്കിൽ ഇതെങ്ങനെ ഞാൻ ഡീൽ ചെയ്ത് എന്തൊരു കോംപ്ലിക്കേറ്റഡ് ആണ് എന്നുള്ള ഒരു കാര്യത്തിനെയും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് നാവിഗേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു രീതിയിലൂടെ നോക്കിക്കാണുന്നത് നമ്മളെ സഹായിക്കും. നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് ചെല്ലാം. എല്ലാവർക്കും ബോധി ക്ലിനിക്കിലേക്ക് സ്വാഗതം. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മളുടെ മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നും പലപ്പോഴും നമ്മളതിൽ വർക്ക് ചെയ്യുന്നതിലൂടെ എന്തെല്ലാം കാര്യങ്ങളിൽ നമുക്ക് മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയൊന്നും ഒരു ധാരണയില്ലാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ടല്ലേ. തെറാപ്പി എന്ന് പറയുന്നത് അനാവശ്യമായിട്ടുള്ളൊരു കാര്യമാണെന്നും കൗൺസിലിങ്ങിനോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാനോ പോകുന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണെന്നൊക്കെയുള്ള ഒരു സ്റ്റിഗ്മ നമ്മുടെ കൾച്ചറിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് അത്ര വലിയ ഒരു അവബോധമില്ലാത്തതിൽ അതിശയിക്കാനില്ല. അത്തരം കാര്യങ്ങളിലെ ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുക എന്നുള്ള രീതിയിൽ പൊതുവിൽ എല്ലാവർക്കും മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതിൽ വർക്ക് ചെയ്യുക എന്നുള്ളതിലാണ് ബോധി ക്ലിനിക്കിൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും വർക്ക് ചെയ്യുന്നത്. നമുക്ക് യൂട്യൂബിൽ മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പേജസ് ഉണ്ട്, വിസിറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്.
നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. പലപ്പോഴും നമ്മൾ ഹ്യൂമൻസ് എന്ന് പറയുന്നത്, മനുഷ്യരെന്ന് പറയുന്നത് എത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആനിമൽസ് ആണെന്നുള്ളത് നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ചിന്താശേഷി എന്നുള്ളത്, നമ്മളുടെ ബ്രെയിനിൻ്റെ ഒരു കപ്പാസിറ്റി എന്നുള്ളത് തന്നെ എത്രമാത്രം വിപുലമായിട്ടാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല. കോംപ്ലക്സ് ആയിട്ടുള്ള ഓരോരോ ഡിസിഷൻസ് എടുക്കാനും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇമോഷൻസിനെ ഡീൽ ചെയ്തുകൊണ്ട് ലൈഫിൽ മുന്നോട്ട് പോകാനും ഇന്ന് നമ്മൾ കാണുന്ന ടെക്നോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യോളജിക്കലായിട്ടുള്ള ഒരു അഡ്വാൻസ്മെൻറ്റിലേക്കൊക്കെ എത്താനല്ല നമ്മുടെ ബ്രെയിനിൻ്റെ ഈ ഒരു കഴിവ് ഒത്തിരി നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു കഴിവാണ് നമുക്ക് നമ്മളെ പറ്റി തന്നെയും മറ്റുള്ളവരെ പറ്റി തന്നെയുമുള്ള സ്റ്റോറീസ് നമുക്ക് മൈൻഡിൽ കീപ്പ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. എന്താണ് അവിടെ സ്റ്റോറീസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ട്രൂത്താണ്, അല്ലെങ്കിൽ ഒരു റിയാലിറ്റി എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു ഡിസിഷൻ എടുക്കുന്നു, എനിക്കൊരു ട്രിപ്പ് പോകണം. ഈ ഒരു ട്രിപ്പ് പോകണം എന്നുള്ള ആ ഒരു ഡിസിഷനിലേക്ക് നമ്മളെത്തിക്കുന്ന നമ്മളുടെ ഒരു റിയാലിറ്റി, നമ്മളുടെ ഒരു സ്റ്റോറി ഉണ്ടായിരിക്കും. എന്താണ്? എനിക്ക് യാത്രകൾ പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ ഇന്നൊരു സ്ഥലത്തേക്ക് പോകണം എന്ന് വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്നു. എനിക്കതിനൊരിക്കലും സാധിച്ചിട്ടില്ല. ഒരുപാട് കൺസ്ട്രെയിൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ആ ഒരു ഡിസിഷൻ മാറ്റി വെക്കാറുണ്ടായിരുന്നു. റൈറ്റ് നൗ ആ ഒരു ഡിസിഷനിലേക്ക് ഞാൻ എത്താണ്. അപ്പോൾ ഇത് ഒരു ട്രൂത്താണ്, ഒരു റിയാലിറ്റിയാണ്. ഇത് മാത്രമാണോ ഹോൾ സ്റ്റോറി? അല്ല, ഇതിനകത്ത് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ മറ്റ് സ്റ്റോറീസും നിൽക്കുന്നുണ്ട്. ഉദാഹരണത്തിന് എനിക്ക് സാമ്പത്തികമായിട്ടുള്ള ചില കൺസ്ട്രെയിൻസ് ഇപ്പോൾ നിൽക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ട് എനിക്ക് ഉടനടി അങ്ങനെ ഒരു ട്രിപ്പ് പോകാമെന്നുള്ളത് പോസിബിൾ അല്ല. അപ്പോൾ എനിക്ക് ആ ഒരു സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയെ ഡീൽ ചെയ്യാനായിട്ട് ഞാൻ എന്തെല്ലാം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ അതിനെ മുന്നോട്ട് നോക്കിക്കാണുന്നത് എന്നുള്ളതായിരിക്കാം മറ്റൊരു റിയാലിറ്റി. വേറൊരു റിയാലിറ്റി എന്ന് പറയുന്നത്, ഞാൻ ഒരുപാട് ഉത്തരവാദിത്വങ്ങളുള്ളൊരു വ്യക്തിയാണ്. കരിയർ രീതിയിലാണെങ്കിലാവട്ടെ, ഫിനാൻഷ്യൽ രീതിയിലാവട്ടെ, അല്ലെങ്കിൽ കുടുംബപരമായിട്ടാവട്ടെ, ഫാമിലി എന്നുള്ള രീതിയിലാവട്ടെ, എനിക്ക് ഒരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ട് എന്നുള്ളതായിരിക്കും മറ്റൊരു റിയാലിറ്റി. പലപ്പോഴും നമ്മളെ പറ്റി തന്നെ ഇത്രയ്ക്കധികം റിയാലിറ്റീസ് നിൽക്കുമ്പോഴും ഒരു ചെറിയൊരു ഡിസിഷൻ്റെ മേലെ, ട്രിപ്പ് പോകാമെന്നുള്ളൊരു ചെറിയൊരു ഡിസിഷൻ്റെ മേലെ ഇത്രയധികം റിയാലിറ്റീസ് നിൽക്കുമ്പോൾ തന്നെ, ഇത്രയധികം സ്റ്റോറീസ് നിലനിൽക്കുമ്പോൾ തന്നെ രണ്ട് വ്യക്തികൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, എത്രമാത്രം സ്റ്റോറീസ് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിൽക്കും എന്നുള്ളത്, അല്ലേ? അപ്പോൾ ഒരു മൾട്ടിപ്പിൾ റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മളെപ്പറ്റി മാത്രമല്ല, മറ്റൊരാളെ പറ്റിയും ഈ ലോകത്തെ പറ്റി തന്നെയും നമ്മളുടെ ഉള്ളിൽ ഒരുപാട് റിയാലിറ്റികൾ നിൽക്കുന്നുണ്ടായിരിക്കാം, ഒരുപാട് സ്റ്റോറീസ് നിൽക്കുന്നുണ്ടായിരിക്കാം. ഈ സ്റ്റോറീസ് എല്ലാം തന്നെ ഒന്നിച്ച് ഹോൾഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ഡിസിഷൻസ് എടുക്കാനും മുന്നോട്ട് പോകാനും സാധിക്കുകയുള്ളൂ. എങ്ങനെയാണ് ഇതിനെ ഹോൾഡ് ചെയ്യുക, ഒരുമിച്ച് ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത്? നേരത്തെ ആ ട്രിപ്പിൻ്റെ എക്സാമ്പിൾ ആണെങ്കിൽ തന്നെ, എനിക്ക് ട്രിപ്പ് പോകണമെന്ന് വളരെ ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ്, എനിക്കത് വളരെ താല്പര്യമുണ്ട്, ചില കൺസ്ട്രെയിൻസ് എനിക്കുണ്ട്. ഈ ഒരു കൺസ്ട്രെയിൻസിനെ കണക്കിലെടുത്തുകൊണ്ട് എനിക്ക് എങ്ങനെയാണ് ആ ഒരു ഡിസിഷനിലേക്ക് എത്താൻ പറ്റുക? അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ റിയാലിറ്റികളെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി ലൈഫ് എന്ന് പറയുന്നത് ഈ ട്രിപ്പിൻ്റെ പോലെ അത്ര ഈസിയാണോ? അല്ല, ഇതിനേക്കാളും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ലെയേഴ്സ് ഉള്ള സാഹചര്യങ്ങൾ നമ്മൾ നേരിടാറുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന മൾട്ടിപ്പിൾ റിയാലിറ്റി എന്ന് പറയുന്നത് കുറേയും കൂടി സിറ്റുവേഷനെ മെസ്സിയാക്കും, കുറേയും കൂടി സിറ്റുവേഷനെ കൺഫ്യൂസിങ് ആക്കും, കുറേയും കൂടി സിറ്റുവേഷനെ കോംപ്ലിക്കേറ്റഡ് ആക്കും. എങ്ങനെയാണെന്നല്ലേ? ഞാനീ പറഞ്ഞതുപോലെ നമ്മളെപ്പറ്റി മാത്രമല്ല, മറ്റുള്ളവരെ പറ്റിയും ഈ ലോകത്തെ പറ്റിയും നമുക്കും റിയാലിറ്റീസ് ഉണ്ട്, നമ്മളുടെ മുൻപിൽ നിൽക്കുന്ന ആൾക്കും റിയാലിറ്റീസ് ഉണ്ട്. ഉദാഹരണത്തിന്, ഞാൻ ഈ ഒരു ട്രിപ്പിനെ പറ്റിയിട്ട് എൻ്റെ ഒരു സുഹൃത്തിനോട് സംസാരിക്കുകയാണെന്ന് കരുതാം. ഈ സുഹൃത്തിനും അതുപോലുള്ള മൾട്ടിപ്പിൾ റിയാലിറ്റി അയാളുടെ മനസ്സിൽ ഈ ട്രിപ്പിനെ പറ്റി ഉണ്ടായിരിക്കുക. പലപ്പോഴും അയാളുടെ പ്രതികരണം അയാളുടെ റിയാലിറ്റിയിൽ ഊന്നിക്കൊണ്ടുള്ളതായിരിക്കും. അയാളപ്പോൾ അവനവൻ്റെ റിയാലിറ്റിയിൽ നിന്നുകൊണ്ടുള്ള ഒരു കാര്യമായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഉദാഹരണത്തിന്, ഞാനിപ്പോൾ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഫ്രണ്ട്, അയാളുടെ മൈൻഡിലെ റിയാലിറ്റികൾ എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഉത്തരവാദിത്വങ്ങളിൽ ഊന്നിയിട്ടുള്ളതാണെന്ന് കരുതാം. അപ്പോൾ അയാളുടെ മിക്കവാറുള്ള റെസ്പോൺസ്, ഇത്രയും റെസ്പോൺസിബിലിറ്റീസ് നിൽക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനൊരു ഡിസിഷൻ എടുക്കുന്നത് എന്നതായിരിക്കാം. ചിലപ്പോൾ എൻ്റെ ഈ ഒരു സുഹൃത്തിനോട് ഞാൻ സംസാരിക്കുമ്പം അയാളുടെ റിയാലിറ്റി എന്ന് പറയുന്നത് കൂടുതലും എനിക്ക് അങ്ങനെ ഒരു ട്രിപ്പ് പോകുന്നതിൽ തെറ്റില്ല, നമ്മളെല്ലാവരും അങ്ങനെ പോകേണ്ടതാണ് എന്നുള്ളതാണെങ്കിൽ ചിലപ്പോൾ അയാൾ അതിലൂന്നിക്കൊണ്ടുള്ള ഒരു മറുപടി ആയിരിക്കും അയാൾ തരുന്നത്. ചിലപ്പോൾ ഇതെല്ലാം തന്നെയുള്ളൊരു വ്യക്തിയോടാണ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അയാളുടെ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അപ്പോൾ പലപ്പോഴും എൻ്റെ റിയാലിറ്റിയും എൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ട്രൂത്ത്സ് മാത്രമല്ല,
എൻ്റെ മുൻപിലത്തെ ആൾക്കും ഇതുപോലെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ട്രൂത്ത്സ് ഉണ്ട്, റിയാലിറ്റീസ് ഉണ്ട്. പലപ്പോഴും നല്ല രീതിയിൽ ആ ഒരു കോൺവെർസേഷൻ മുന്നോട്ട് പോകുന്നത് എപ്പോഴാണ്? രണ്ടുപേരും അവനവൻ്റെ റിയാലിറ്റി മാത്രം ഹോൾഡ് ചെയ്തിരിക്കുമ്പോഴാണോ നല്ല രീതിയിൽ ആ ഒരു കോൺവെർസേഷൻ മുന്നോട്ട് പോവുക? അല്ല, ആ ഒരു കോൺവെർസേഷൻ ബെറ്ററായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ എൻ്റെ റിയാലിറ്റി എനിക്ക് ഹോൾഡ് ചെയ്യാം, അതേപോലെ എൻ്റെ മുന്നിലത്തെ ആൾക്ക് അയാളുടെ റിയാലിറ്റിയും ഹോൾഡ് ചെയ്യാം, അല്ലേ? അയാളുടെ റിയാലിറ്റിയോട് എനിക്ക് വാലിഡേറ്റ് ചെയ്യാം, അയാളുടെ റിയാലിറ്റിയോട് എനിക്ക് എംപതൈസ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെയാണ് എന്നുള്ളത് എനിക്കറിയാം, പക്ഷേ എൻ്റെ ഡിസിഷൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിയാലിറ്റി ഇങ്ങനെയാണെന്നുള്ളത് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ഡിസിഷൻ ഇങ്ങനെയാണ് എന്നുള്ളതിനോട് എനിക്ക് യോജിക്കാൻ സാധിക്കില്ല, കാരണം എൻ്റെ റിയാലിറ്റി ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് നിങ്ങളുടെ ഡിസിഷനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങളുടെ ഡിസിഷൻ അതാണ് എന്നുള്ളതിനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു, നിങ്ങളുടെ റിയാലിറ്റി അതാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു എന്നുള്ള രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇതധികം കോൺഫ്ലിക്റ്റുകളില്ലാതെ നമുക്ക് ഈ ഒരു കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷെ പലപ്പോഴും ഈ ഒരു രീതിയിൽ അതിനെ ഡീൽ ചെയ്യാനായിട്ട് നമുക്ക് അത്ര തന്നെ ഒരു അവയർനെസ് ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും അതിനെ ഡീൽ ചെയ്യുന്നത് എൻ്റെ റിയാലിറ്റിയാണ് സത്യം, നിങ്ങൾ എൻ്റെ റിയാലിറ്റി അംഗീകരിച്ചേ പറ്റുള്ളൂ, നിങ്ങളുടെ റിയാലിറ്റി സത്യമല്ല എന്നുള്ള രീതിയിൽ നമ്മൾ വാദിക്കുമ്പോൾ ഇത് വളരെ വലിയൊരു കോൺഫ്ലിക്റ്റിലേക്ക് നയിക്കും. പലപ്പോഴും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മളങ്ങനെ വാദിക്കുന്നത്? അവിടെയാണ് നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യാറുള്ള കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്നുള്ളത് വരുന്നത്. അതായത് നമുക്ക് ഇതുപോലെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാലിറ്റീസ് ഒരുമിച്ച് ഹോൾഡ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമ്മളുടെ ബ്രെയിൻ അത് കൺഫ്യൂസിങ് ആണല്ലേ. അതുകൊണ്ട് തന്നെ മിക്കവാറും നമ്മളതിനെ ഡീൽ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു എക്സ്ട്രീമിലേക്ക് പോയിക്കൊണ്ടായിരിക്കും. ഇത് എൻ്റെ റിയാലിറ്റിയെ മാത്രം ഹോൾഡ് ചെയ്യുന്ന ഒരു എക്സ്ട്രീമിലേക്ക് വരുമ്പോൾ കോൺഫ്ലിക്റ്റുകൾ കൂടുതലായിട്ടുണ്ടാവുകയും മറ്റേ ആളുടെ റിയാലിറ്റിയിലേക്ക്, അല്ലെങ്കിൽ മറ്റേ വ്യക്തി ഹോൾഡ് ചെയ്യുന്ന റിയാലിറ്റിയിലേക്ക് പൂർണ്ണമായിട്ടും കടന്നു ചെല്ലുമ്പോഴത്തേക്കും നമ്മളൊരു പീപ്പിൾ പ്ലീസിങ് എന്നുള്ള രീതിയിലോ നമ്മളുടെ സെൽഫിനെ അബാൻഡൻ ചെയ്ത് പൂർണ്ണമായിട്ട് മറ്റാളെ വിശ്വസിക്കുന്ന രീതിയിലേക്കോ മാറിപ്പോകാറുണ്ട്. സോ ഹെൽത്തിയർ ആയിട്ടുള്ള രീതി എന്താണ്? ഇതിനെ ഒരുമിച്ച് ഹോൾഡ് ചെയ്യും, നടുക്ക് നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണല്ലേ. പക്ഷെ പലപ്പോഴും നടക്കുന്നത് നമ്മൾ നമ്മളുടെ റിയാലിറ്റിയിലേക്ക് മാത്രം വരുന്നു, അങ്ങനെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ട് മറ്റാളുടെ റിയാലിറ്റിയിലേക്ക് പോകുന്നു, അങ്ങനെ അതൊരു പീപ്പിൾ പ്ലീസിങ്, സെൽഫ് അബാൻഡൻമെൻറ്റ് എന്നുള്ള രീതിയിലേക്ക് പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെ ഹെൽത്തിയർ ആയിട്ട് അതിനെ ഡീൽ ചെയ്യാനായിട്ടുള്ള മാർഗ്ഗം എന്താണ്? നമുക്ക് നമ്മളുടെ റിയാലിറ്റി ഹോൾഡ് ചെയ്യാം, മുൻപിലത്തെ റിയാലിറ്റി ഹോൾഡ് ചെയ്യാം. ഇനി ഇത് നാർസിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സുമായിട്ട് ഈ ഒരു വിഷയത്തിന് എന്താണ് അതിനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണ്? നാർസിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾ അവനവൻ്റെ റിയാലിറ്റി ഉറച്ച് വിശ്വസിക്കുന്നവരാണ്. അവർക്ക് അവനവൻ്റേതായിട്ടുള്ള നെറേറ്റീവ് ഉണ്ട്. അവനവൻ്റേതായിട്ടുള്ള നെറേറ്റീവ് ഏതാണ്ട് സിമെൻ്റ് ഇട്ട് ഉറച്ചതുപോലെ വളരെ റിജിഡാണ്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ നടുക്കിലേക്ക് വരിക എന്നുള്ളത് അവിടെ തീർത്തും ഇല്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവർ അവനവൻ്റെ റിയാലിറ്റിയിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കാറുണ്ട്. ഇനി ഇത് നാർസിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ മാത്രമാണോ? അല്ല. പലപ്പോഴും നമ്മൾക്ക് ഒരുപാട് കോൺഫ്ലിക്റ്റുകളിലേക്ക് പോകുമ്പോൾ, ഈവൻ ഹെൽത്തിയർ ആയിട്ടുള്ള റിലേഷൻഷിപ്സിൽ തന്നെ കോൺഫ്ലിക്ട്സ് ഒക്കെ വരുമ്പം ഈ ഒരു രീതിയിലേക്ക് പോകാറുണ്ട്. പക്ഷെ അവിടെ മ്യൂച്വലി ഇരുന്ന് സംസാരിക്കുന്നതിലൂടെയും നമ്മളിപ്പോൾ ഒരു കപ്പിൾ തെറാപ്പിയിലൊക്കെ വർക്ക് ചെയ്യുന്നതിലൂടെയും അതുപോലെ തന്നെ സുഹൃത്തുക്കളൊക്കെ ഇടപെട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴെല്ലാം അവനവൻ്റെ റിയാലിറ്റിയിൽ നിന്ന് കുറച്ചൊന്ന് മാറി മുൻപിലത്തെ ആളുടെ നെറേറ്റീവ് കാണാനും അതിനെ വാലിഡേറ്റ് ചെയ്യാനും എംപതൈസ് ചെയ്യാനായിട്ടുള്ള സ്പേസിലേക്ക് നമ്മൾ പലപ്പോഴും എത്താറുണ്ട്. പക്ഷേ നാർസിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ കുറച്ചൊരു റിജിഡിറ്റി ഉള്ളതുകൊണ്ട്, പ്രത്യേകിച്ചും ആ ഒരു ക്ലസ്റ്റർ ബിയിൽ വരുന്ന എല്ലാ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിലേക്ക് പോകുമ്പോഴും അവിടെ ഒരു റിജിഡിറ്റി ഉണ്ട്. ഈ റിജിഡിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഒരാൾ ആ ഒരു കോൺഫ്ലിക്റ്റുകളിലേക്ക് വരുമ്പോഴത്തേക്കും ഇവരുടെ നെറേറ്റീവ്സ് എല്ലാം തന്നെ വളരെ റിജിഡായിട്ടുള്ള നെറേറ്റീവ്സ് ആകുമ്പോൾ, ഇങ്ങനെ ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കൂടെ നിൽക്കുന്ന ആൾ, മുൻപിലുള്ള ഒരാൾ എഗ്രിയബിൾ ആയിട്ടുള്ള എംപത്തറ്റിക് ആയിട്ടുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ നെറേറ്റീവിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മുൻപിലുള്ള ആളുടെ നെറേറ്റീവ് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ചാടിപ്പടച്ച് മുൻപിലുള്ള ആളുടെ നെറേറ്റീവ് ആയിരിക്കും കൂടുതലായിട്ട് ഉള്ളിലേക്ക് എടുക്കുക. ഫലം എന്താണ്? നമ്മളെ തന്നെ അബാൻഡൻ ചെയ്യും, നമ്മളുടെ നെറേറ്റീവിനെ അബാൻഡൻ ചെയ്യും, നമ്മൾ പൂർണ്ണമായിട്ടും ആ വ്യക്തിയുടെ ഒരു നെറേറ്റീവിലേക്ക് മാറിപ്പോകാറുണ്ട്, അല്ലേ? അവിടെ അങ്ങനെ വരുമ്പോഴത്തേക്കും വരുന്നൊരു പ്രോബ്ലം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ കോഗ്നിറ്റീവ് ഡിസോണൻസ് ഇവിടെയും സംഭവിക്കും. എന്താണ് കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്ന് പറഞ്ഞാൽ? കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയാസ് ഹോൾഡ് ചെയ്യാൻ പറ്റാതെ നമ്മൾ ഏതെങ്കിലും ഒരു എക്സ്ട്രീമിലേക്ക് പോകുന്നു, ജസ്റ്റിഫിക്കേഷനിലേക്ക് പോകുന്നു, നമ്മളവിടെ സെൽഫ് ബ്ലെയിമിലേക്ക് പോകുന്നു എന്നുള്ളതാണല്ലേ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ,
എന്നെ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ച എൻ്റെ പാരൻ്റല്ലേ ഈ പറയുന്നത്. അപ്പോൾ ശരിയാണല്ലോ, അവർ പറയുന്നത് കറക്റ്റല്ലേ, അവരെന്നെ അത്രയും വളർത്തിയതല്ലേ, എന്നിട്ടും എൻ്റെ നന്ദികേടല്ലേ ഞാൻ അവരോട് എൻ്റെ പരാതികൾ പറയുന്നത്. അപ്പോൾ ഞാനൊരു സെൽഫിഷ് ആയിട്ടുള്ള പേഴ്സണാണ്, ഞാൻ വളരെ മോശപ്പെട്ട ഒരു വ്യക്തിയാണ്, ഞാൻ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ ഒരിക്കലും അവർ എന്നെ ഹേർട്ട് ചെയ്തതിനെ പറ്റി സംസാരിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ അതുകൊണ്ട് തിരിച്ച് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരെ സെർവ് ചെയ്യുന്ന രീതിയിലേക്ക് തന്നെ ഞാൻ പോവട്ടെ എന്നുള്ളതൊരു ഉദാഹരണമാണ്. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ശരിയാണ്, എൻ്റെ പാർട്ട്ണർ എന്ന് പറയുന്നത് ഇത്രയും എൻ്റെ ഫാമിലിക്ക് വേണ്ടി ചെയ്യുന്നത് ഞാൻ കാണുന്നില്ല, എന്നിട്ട് ഞാൻ കൂടുതൽ എക്സ്പെക്റ്റേഷൻസ് വെച്ചിട്ടാണ് ഈ വ്യക്തിയോട് പിന്നെയും ഡിമാൻഡ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് തെറ്റാണ്. ഒരിക്കലും നമ്മളുടെ പാർട്ട്ണറോട് ഈ രീതിയിൽ ഇടപെടുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ ശരിയല്ല. എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്. മേ ബി അപ്പോൾ എൻ്റെ തെറ്റ് തന്നെയായിരിക്കും. ഞാൻ കുറച്ചും കൂടി കൂടുതൽ ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യട്ടെ, കുറച്ചും കൂടി കൂടുതലായിട്ട് ആ വ്യക്തിയുടെ മെൻ്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ എഗെയിൻ അത് അടുത്തൊരു ജസ്റ്റിഫിക്കേഷനാണ്. പിന്നെയും നമ്മൾ നമ്മളുടെ സെൽഫിനെ അബാൻഡൻ ചെയ്യുന്ന ഒരു രീതിയാണല്ലേ. അപ്പോൾ ഈ ഒരു കൺഫ്യൂഷനും ഈ പറയുന്ന സെൽഫ് ഡൗട്ടും ഈ സെൽഫ് ബ്ലെയിമും എല്ലാം തന്നെ ഈ കോഗ്നിറ്റീവ് ഡിസോണൻസിൽ നിന്ന് വരുന്നത് ഈ പറയുന്ന മൾട്ടിപ്പിൾ ട്രൂത്ത്സ് നമുക്ക് ഒരുമിച്ച് ഹോൾഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. എന്താണ് മൾട്ടിപ്പിൾ ട്രൂത്ത്സ് ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് ശരി, അയാളുടെ റിയാലിറ്റി എന്ന് പറയുന്നത് അയാൾ എന്നെ അത്രയ്ക്കധികം സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അയാൾ എന്നെ അത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വളർത്തി പഠിപ്പിച്ചു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ വ്യക്തി വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാളാണ്, ഫാമിലിക്ക് വേണ്ടി അയാൾ അത്രയും കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ശരിയാണ്, അയാളുടെ വരുമാനം കൊണ്ടാണ് വീട് നടക്കുന്നത്, ഞാൻ വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ അയാൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഫിനാൻഷ്യൽ നീഡ്സ് മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലേ. അത് ആളുടെ ഭാഗത്തു നിന്നുള്ള റിയാലിറ്റീസാണ്. എന്നാൽ അത് മാത്രമാണോ ഹോൾ സ്റ്റോറി? അല്ല, എൻ്റെ ഭാഗത്തും റിയാലിറ്റീസ് ഉണ്ടല്ലേ. എന്താണ് എൻ്റെ ഭാഗത്തു നിന്നുള്ള റിയാലിറ്റി? ഈ ഒരു വ്യക്തി ഞാനൊരു പ്രോബ്ലം റേസ് ചെയ്യുമ്പോൾ എന്നെ ഗ്യാസ് ലൈറ്റ് ചെയ്യുന്നുണ്ട്, എന്നെ ഇൻവാലിഡേറ്റ് ചെയ്യുന്നുണ്ട്, എന്നെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നുണ്ട്. അതൊക്കെ അല്ല. എന്താണ് നടക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള എൻ്റെ നെറേറ്റീവ് ഞാൻ സംസാരിക്കുമ്പോൾ, എൻ്റെ ഭാഗത്തു നിന്നുള്ള റിയാലിറ്റിയെ പറ്റി എൻ്റെ കണ്ണിലൂടെ ഞാൻ കാണുമ്പോൾ എന്താണ് എന്നുള്ളതിനെ പറ്റി സംസാരിക്കുന്നത് പലപ്പോഴും വലിയ വലിയ ബഹളങ്ങളിലേക്കും വലിയ വലിയ കോൺഫ്ലിക്റ്റുകളിലേക്കും പിന്നീട് ഒരുപാട് പ്രശ്നങ്ങളിലേക്കും അത് നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പലപ്പോഴും സൈലൻ്റായിട്ട് ഇരിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ മുൻപിലുള്ള ആളുടെ നെറേറ്റീവാണ് സത്യം എന്ന് വിശ്വസിക്കേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതും ഒരു റിയാലിറ്റിയാണല്ലേ. അപ്പോൾ പലപ്പോഴും ഇതും ഒരു എൻ്റെ ഭാഗത്തു നിന്നുള്ള നെറേറ്റീവിൻ്റെ ഭാഗമാണ് ഈ പറയുന്ന കാര്യങ്ങളും. പലപ്പോഴും നമുക്ക് നാർസിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നമ്മളുടെ നെറേറ്റീവിനെ ഉറച്ചു വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം മുൻപിലുള്ള ആളുടെ നെറേറ്റീവ് എന്ന് പറയുന്നത് അത്രമാത്രം റിജിഡാണ്, അത്രമാത്രം സ്ട്രോങ് ആണ് അല്ലേ. ഇത്രയധികം മൾട്ടിപ്പിളായിട്ടുള്ള ഒരുപാട് നെറേറ്റീവ്സ് നിൽക്കുന്നതുകൊണ്ട് എന്താണ് നെറേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് റിയാലിറ്റി എന്നുള്ളതിനെ പറ്റി ഓരോരുത്തരുടെ വാദം അല്ലെങ്കിൽ ഓരോരുത്തരുടെ അഭിപ്രായം എന്നുള്ളതാണ് നെറേറ്റീവ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. സോ ഈ ഒരു വിഷയത്തിനെ പറ്റി ഇത്രയും അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള വാദങ്ങളും പലതരത്തിലുള്ള റിയാലിറ്റികളും എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെ സിറ്റുവേഷൻ അത്രയ്ക്കധികം കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടും ഭയങ്കരമായിട്ട് നമുക്ക് സെൽഫ് ഡൗട്ട് ഉണ്ടാക്കുന്നതും ഒക്കെ ആയി മാറാറുമുണ്ട്. പക്ഷേ നമ്മൾ സാധാരണ പറയുന്ന പോലെ നമ്മളുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് എന്നുള്ളത് ഒരു സത്യമാണ് അല്ലേ. ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന അത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല. എൻ്റെ നെറേറ്റീവ് ആണ് യഥാർത്ഥ ട്രൂത്ത് എന്ന് നമുക്ക് അങ്ങനെ മാത്രം പറഞ്ഞ് അല്ലെങ്കിൽ ഈ ഒരു നെറേറ്റീവാണ് എല്ലാവരും വിശ്വസിക്കേണ്ടേ എന്ന് നമുക്ക് പറയാനും സാധിക്കില്ല. പ്രത്യേകിച്ച് നമ്മൾ നാർസിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സിലേക്ക് വരുമ്പോൾ ഇവിടെ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി എൻ്റെ നെറേറ്റീവാണ് യാഥാർത്ഥ്യം, എൻ്റെ നെറേറ്റീവ് മാത്രമാണ് യാഥാർത്ഥ്യം, അത് വിശ്വസിക്കാത്ത എല്ലാവരും മോശക്കാരാണ്, എൻ്റെ റിയാലിറ്റി എൻ്റെ നെറേറ്റീവ് എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും വിശ്വസിക്കേണ്ടത്, അതുതന്നെയാണ് സത്യം എന്ന് അയാൾ വാദിക്കുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് അത് ഡീൽ ചെയ്യാൻ വളരെ കൺഫ്യൂസിങ് ആയിട്ട് തോന്നാറുണ്ട്. വളരെയധികം നമുക്കത് സെൽഫ് ഡൗട്ട് ഉണ്ടാക്കുന്നതാണ്, നമ്മൾ സെൽഫ് ബ്ലെയിമിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഈശ്വര ഞാനിനിയിപ്പോൾ പറയുന്നതാണോ തെറ്റ്, ഞാനിങ്ങനെ ചെയ്യുന്നതാണോ തെറ്റ് എന്നുള്ള കൺഫ്യൂഷനിലേക്കും നമ്മളത് ജസ്റ്റിഫൈ ചെയ്യുന്നതിലേക്കും നമ്മളെ തന്നെ പിന്നെയും നമ്മൾ കൊണ്ടുപോയി കിണറ്റിലിടുന്ന സിറ്റുവേഷനിലേക്ക് വരിക എന്നുള്ളിടത്തേക്കും അത് വരാറുണ്ട്. ഈ ഒരു സിറ്റുവേഷനെ ഡീൽ ചെയ്യാനായിട്ട് നമ്മളെ കുറച്ചും കൂടി ഈസി ആക്കുന്നതാണ് മൾട്ടിപ്പിൾ റിയാലിറ്റീസും മൾട്ടിപ്പിൾ ട്രൂത്ത്സും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ്. എന്താണ് ആ മൾട്ടിപ്പിൾ ട്രൂത്ത് എന്നുള്ളത്? ഒരേ സമയം ഈ പറയുന്ന എല്ലാ വാദങ്ങളും എല്ലാ നെറേറ്റീവ്സും ട്രൂ ആയിരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. ഈ ഒരു വ്യക്തി
വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാളായിരിക്കാം. ഈ ഒരു വ്യക്തി വളരെ ചാമിങ് ആൻഡ് കരിസ്മാറ്റിക് ആയിട്ടുള്ള ആളായിരിക്കാം. ഈ ഒരു വ്യക്തി എന്നെ ഇൻവാലിഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഈ ഒരു വ്യക്തി എന്നെ ഗ്യാസ് ലൈറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഈ ഒരു വ്യക്തിയെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. എല്ലാവരും ചിന്തിക്കുന്നത് ഈ വ്യക്തി വളരെ പക്വതയുള്ള ഒരാളാണ് എന്നാണ്. എന്നാൽ ബിഹൈൻഡ് ദ ക്ലോസ് ഡോർസ്, വാതിലുകൾ അടച്ചിട്ട് വീടിനകത്ത് ഒരു മുറിയിൽ ഞങ്ങൾ മാത്രമായിരിക്കുന്ന സമയത്ത് ഈ ഒരു വ്യക്തി എന്നെ ഇൻവാലിഡേറ്റ് ചെയ്യുന്നുണ്ട്. എന്നോട് ഞാൻ എൻ്റെ റിയാലിറ്റി പറയുമ്പം, എൻ്റെ നെറേറ്റീവ് പറയുമ്പോൾ വളരെ ദേഷ്യത്തോടു കൂടിയിട്ടും വളരെ ബഹളത്തിലേക്കും എന്നോട് സംസാരിക്കാറുണ്ട്. ഇതെനിക്ക് ആൻസൈറ്റി ഉണ്ടാക്കുന്നുണ്ട്. ഒരേ സമയം ഇതെല്ലാം ട്രൂത്തുകളാണല്ലേ, ഒരേ സമയം ഇതെല്ലാം സത്യങ്ങളാണ്. ഇതെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള, പരസ്പരം ഒത്തുചേരാത്ത നെറേറ്റീവ്സ് ആണെങ്കിലും ഇതെല്ലാം ട്രൂത്താണ്. സൈക്കോളജിക്കൽ ആയിട്ടുള്ള ആ ഒരു ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ഈ പറയുന്ന മൾട്ടിപ്പിൾ റിയാലിറ്റീസിനെയും മൾട്ടിപ്പിൾ ട്രൂത്തുകളെയും ഒരുമിച്ച് ഒരേ സമയം ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ഫ്ലെക്സിബിലിറ്റിയിലേക്ക് നമ്മൾ എത്തുക എന്ന് പറയുന്നത് പലപ്പോഴും ഈ ഒരു മെസ്സിനെ ഡീൽ ചെയ്യാനായിട്ട് നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യാറുമുണ്ട്. ഇവിടെ നമുക്ക് വളരെ സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ള നെറേറ്റീവ്സ് ഒന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. പലപ്പോഴും ഈ പറയുന്ന കൺഫ്യൂഷനെ ഡീൽ ചെയ്യാനായിട്ടും ഈ ഒരു കൺഫ്യൂഷനെ മുന്നോട്ട് പോകാനായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇത്തരം മൾട്ടിപ്പിൾ റിയാലിറ്റീസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, എൻ്റെ റിയാലിറ്റി, എൻ്റെ നെറേറ്റീവ് എന്താണ് എന്നുള്ളത് വ്യക്തതയോടുകൂടി തിരിച്ചറിയുക എന്നുള്ളതുമാണ്. പലപ്പോഴും ഈ പറയുന്ന ഓരോ റിയാലിറ്റിയിൽ നിന്നും നമുക്ക് ഒരുപാട് ഗിൽട്ടും കൺഫ്യൂഷനും കുറ്റബോധവും ഷെയിമും ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ, കാരണം ഇത് ഇമോഷണൽ അബ്യൂസ് ആണല്ലേ, ഇമോഷണലി അബ്യൂസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇമോഷൻസ് അതിൻ്റെ ഇടയിൽ വരും. നമുക്ക് കുറ്റബോധം തോന്നും, നമുക്ക് സങ്കടം തോന്നും, നമുക്ക് അവിടെ ഷെയിം തോന്നും, നമുക്ക് അവിടെ പേടി തോന്നും. ഈ പറയുന്ന ഫീലിങ്സ് ഒക്കെ കയറി വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വരും. ഈ ഫീലിങ്സ് എല്ലാം കയറി വരുന്നത് കൊണ്ട് പലപ്പോഴും നമുക്കിതിനകത്ത് ഏതെങ്കിലും ഒരു നെറേറ്റീവിലേക്ക് നമ്മൾ മാറിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന എനേബിളേഴ്സൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനെ ഡീൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുകയും ചെയ്യും. കാരണം എനേബിളേഴ്സ് വരുമ്പോഴുള്ള സിറ്റുവേഷൻ എന്താണ്? അവരുടെ റിയാലിറ്റി എന്ന് പറയുന്നത്, അവരുടെ ഒരു നെറേറ്റീവ് എന്ന് പറയുന്നത് നമ്മളുടെ നെറേറ്റീവുമായിട്ട് ഒട്ടും യോജിക്കാത്തൊരു നെറേറ്റീവ് ആയിരിക്കും. നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഡീൽ ചെയ്യാൻ. കാരണം നമ്മുടെ ഭാഗത്ത് നോക്കുമ്പോൾ അത് ഇൻജസ്റ്റിസ് ആണല്ലേ. അതുകൊണ്ട് തന്നെ ഇത് വളരെ കൺഫ്യൂസിങ് ആണ്, വളരെ മെസ്സി ആയിട്ട് വരാറുണ്ട്. ഇവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം മൾട്ടിപ്പിൾ റിയാലിറ്റീസ് ഉണ്ട് എന്നുള്ളത് എക്സിസ്റ്റ് എന്നത് അംഗീകരിക്കുക. അങ്ങനെയുള്ള നെറേറ്റീവ്സിൻ്റെ ഇടയിൽ എൻ്റെ നെറേറ്റീവും ഇന്നതാണ്, അതിനും ഇമ്പോർട്ടൻസ് ഉണ്ട്, ഞാൻ അംഗീകരിക്കുന്നു, നിങ്ങളുടെ നെറേറ്റീവ് ഇതാണ്, നിങ്ങൾ വിശ്വസിക്കുന്ന റിയാലിറ്റി ഇതാണ് എന്ന് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ഇത് മാത്രമല്ല, എൻ്റെ ഭാഗവും ഇങ്ങനെയുമുണ്ട്. ഈ ഒരു ഭാഗം നിങ്ങൾ കണ്ടാലും കണ്ടില്ലെങ്കിലും നിങ്ങളുടെ റിയാലിറ്റിയെ ഞാൻ അംഗീകരിക്കുന്നത് പോലെ തന്നെ എൻ്റെ റിയാലിറ്റിയെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്, ഞാനത് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു സ്പേസിലേക്ക് എത്തുന്നത് മാനസികമായിട്ടുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരാൻ നമ്മളെ ഒരുപാട് സഹായിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു കമ്പോണൻറ്റ് കുറച്ചധികം കൺഫ്യൂസിങ് ആയിട്ട് തോന്നാൻ സാധ്യതയുണ്ടല്ലേ. ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു രീതിയിലേക്ക് ചിന്തിക്കാൻ സാധിക്കട്ടെ എന്നും, ഈ പറയുന്ന മൾട്ടിപ്പിൾ ആയിട്ടുള്ള നെറേറ്റീവ്സിനോടൊപ്പം തന്നെ എൻ്റേതായിട്ടുള്ള നെറേറ്റീവ് എന്താണ് എന്നുള്ളതിലേക്ക് വിശ്വസിക്കാനും, അത് ഉണ്ടാക്കുന്ന മറ്റുള്ളവർ എന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള റിയാലിറ്റിയാണ് വിശ്വസിക്കുന്നത് എന്നുള്ളത് ഉണ്ടാക്കുന്ന കൺഫ്യൂഷനും ദേഷ്യവും സങ്കടവും എല്ലാം ഡീൽ ചെയ്യാനായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എല്ലാവർക്കും സാധിക്കട്ടെ എന്നും ആശംസിക്കുന്നു. കാരണം ഞാൻ പറയുന്ന പോലെ ഇത് അത്ര ഈസി അല്ല, കൺഫ്യൂസിങ് ആണ്, ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന, ഒരുപാട് സെൽഫ് ഡൗട്ട് ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനാണ്. സെൽഫിൻ്റെ നെറേറ്റീവ് ഈ പറയുന്ന ഈ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ഫ്ലെക്സിബിലിറ്റിയോട് കൂടി ഹോൾഡ് ചെയ്യാനും അതിൽ വിശ്വസിക്കാനും അതിനുവേണ്ടി സ്പീക്കപ്പ് ചെയ്യാനും ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.